ഭാരതത്തിൻ്റെ വിഭിന്നങ്ങളായ സവിശേഷതകളിൽ അതിപ്രാധാന്യമർഹിക്കുന്ന ഒരു സവിശേഷതയാണ് സന്യാസി സമൂഹം. സർവസംഘ പരിത്യാഗികളായ സന്യാസി സമൂഹത്തിന് ജന്മം കൊടുത്ത പാരമ്പര്യം അത് ഭാരതത്തിൻ്റെ സവിശേഷതയാണ്. അങ്ങനെയുള്ള സന്യാസിമാർ ആഹാര നീഹാരാദികൾ വെടിഞ്ഞ സന്യാസി സമൂഹമുണ്ട്, വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചവരുണ്ട്, അഗ്നിസ്നാനം സ്വീകരിക്കുന്നവരുണ്ട്. വിവിധങ്ങളായ സമ്പ്രദായങ്ങളിൽ നാഗസന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ സംസ്കാരത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ കാവലാളുകളാണ്. അവർ വസ്ത്രം പോലും ഉടുതുണി പോലും ആവശ്യമില്ല, അതിനെയൊക്കെ അതിജീവിച്ച മഹാവ്യക്തിത്വങ്ങളും മഹാപ്രതിഭാശാലികളുമാണ്. അവരെ ആക്ഷേപിക്കുന്നവരെ ഈ സംസ്കാരത്തിൻ്റെ അടിവേരുകൾ മാന്തുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്. അവർക്കൊക്കെ തന്നെ ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് എക്കാലത്തൊക്കെയാണോ ഭാരതം അപകടത്തിലായിട്ടുള്ളത്, സനാതനധർമ്മം അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്, ആ സമയത്തൊക്കെ തന്നെയും ഈ സന്യാസി സമൂഹം, നാഗാ സന്യാസിമാരടക്കം ആയോധന പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആ നാഗസന്യാസിമാരുടെ സംഭാവന, അവരുടെ പൗരാണികമായ ചരിത്രം പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. അവരെ ആക്ഷേപിക്കുന്നവർക്ക് അവർ തന്നെ തിരിച്ചടി നൽകുന്നുണ്ട്. മഹാകുംഭമേളയോടനുബന്ധിച്ച് പ്രയാഗ്രാജിൽ ഈ കുംഭമേളയെ അധിക്ഷേപിച്ചുകൊണ്ട്, അതേപോലെ തന്നെ നാഗസന്യാസിമാരെയും അഘോരികളെയും ഒക്കെ അടച്ചാക്ഷേപിച്ചുകൊണ്ടൊക്കെ തുടർന്ന സ്റ്റാളുകളൊക്കെ തന്നെ നിലംപരിശായി ഓടിയിടത്ത് ഇന്നും പുല്ല് കിളിച്ചിട്ടില്ല എന്നുള്ളതാണ് നഗ്നമായ യാഥാർത്ഥ്യം. അപ്പം അതുകൊണ്ട് എക്കാലത്തും ഭാരതത്തിൻ്റെ ഒരു സവിശേഷതയാണ്, എക്കാലത്തും ഏത് നന്മയെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടർ ഇറങ്ങിത്തിരിക്കും. നമുക്കറിയാം, ഇന്ന് കൾച്ചറൽ മാർക്സിസം സ്ഥാപിതമാക്കുന്നതിന് വേണ്ടി പുതിയ ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെയായിട്ട് പുരോഗമനത്തിൻ്റെ വാദവുമുഖവുമായി ഇറങ്ങിത്തിരിക്കുന്നവരെ ഇതൊന്നും തന്നെ ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ വിലപ്പോവില്ല. ഇത് പുണ്യഭൂമിയാണ്, ഇത് കർമ്മഭൂമിയാണ്, ഇത് മോക്ഷഭൂമിയാണ്. ഇതിനെ തകർക്കാൻ ഒരു ശക്തിക്കും ഇനി ആവതില്ല, ഒരു ശക്തിയെയും അനുവദിക്കുകയില്ല. ഇത് സർവേശ്വരനാൽ നിർമ്മിതമായ പുണ്യഭൂമിയാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ എതിർക്കുന്നവർ ഒരുപക്ഷെ അവരറിയുന്നില്ല. അവർ എതിർക്കുമ്പോൾ ഒന്നുകൂടി കാര്യപ്രാപ്തിയോടുകൂടി കാര്യോജ്വലമായി ഇത് ഒന്നുകൂടി വളരുകയാണ്, ഉയരുകയാണ്, പരക്കുകയാണ് ചെയ്യുന്നത്. നമസ്കാരം.